മകളുടെ മാസപ്പടി കേസ്. ഈ മകളുടെ മാസപ്പടി കേസിന്റെ തുടക്കം വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. രണ്ട് കക്ഷികൾക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. വീണ തൈക്കണ്ടിലിന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട SFIOയുടെ മറ്റേ ഇന്ററിം അന്വേഷണം നടക്കുന്നതിന് മുമ്പ് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടെന്ന് അറിയാവുന്ന രണ്ട് കക്ഷികൾ. ഒന്ന് പിണറായി വിജയനും മകളും അവരുടെ പാർട്ടിയും, രണ്ട് ഈ ഇൻകം ടാക്സിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ BJPയും. ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണമാക്കി എടുത്തില്ല. അതിനുശേഷം മനോരമ പത്രത്തിൽ ജോമി തോമസിന്റെ ആർട്ടിക്കിൾ വന്നതിന് ശേഷം നാട്ടുകാരറിയുന്നത്. അപ്പൊ അതിന് 2-3 വർഷം മുമ്പ് ഇവർക്ക് അറിയാവുന്ന കാര്യം BJPക്കാരും CPM-കാരും മറച്ചു വെച്ചു. CPM-കാർ മറച്ചു വെച്ചത് നമുക്ക് മനസ്സിലാക്കാം, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ. BJPക്കാർ എന്തിനു മറച്ചു വെച്ചു? മാസപ്പടി കേസിന്റെ അന്വേഷണം എവിടം വരെയായി? എന്ത് നടപടിയെടുത്തു? അപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും അതിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കേണ്ടത് CBI അല്ലേ? അന്വേഷിച്ചില്ല. ഇനി മുഖ്യമന്ത്രി കേസിൽ പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന്റെ വിടുതൽ കൊടുത്തതിനെതിരായിട്ടുള്ള ഹർജിയിൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ 38 തവണയാണ് ഹാജരാകാതിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?